ഗുഡ്സൺ കട്ടപ്പന വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചില പട്ടണങ്ങളിലുള്ള മെയിൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ട വിധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വണ്ടി ഓടിച്ചാണ് കാണിക്കുന്നത്. തൊട്ടുപുറകിൽ കാണുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയിലാണ് ആ ക്ലച്ച് കൺട്രോളിങ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോയിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഞാൻ കട്ടപ്പന ടൗണിനോട് ചേർന്നുള്ള ഒരു മെയിൻ റോഡിലാണ് ഇപ്പോൾ വണ്ടിയായിട്ട് കിടക്കുന്നത്. നമ്മൾ ഒരു മെയിൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് വണ്ടി പഠിക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ മെയിൻ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ ക്ലച്ച് കൺട്രോളിങ് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം. തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ ഗുണകരമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്ലച്ച് കൺട്രോളിംഗ് ഒക്കെ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റോഡിൻ്റെ വീഡിയോസും മാക്സിമം ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, ഗുഡ്സൺ കട്ടപ്പന എന്നാണ് പേജിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇപ്പോൾ വണ്ടി നിലവിലെ ഗിയറിലാണ് കിടക്കുന്നത്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം. എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. അതിനുശേഷം ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി വണ്ടിയുടെ ഗിയർ ഒന്ന് ന്യൂട്രാക്കി. ഓക്കെ, അതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബ്രേക്കിൽ മാത്രം കാല് വെച്ചുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ന്യൂട്രലായിരുന്നു വണ്ടിയുടെ ഗിയർ കിടന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി വണ്ടി മുന്നോട്ടെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു മെയിൻ റോഡിലാണ് വണ്ടി കിടക്കുന്നത്. ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്, പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട്. ഇപ്പോൾ മുന്നിൽ മറ്റ് വാഹനങ്ങളൊന്നുമില്ല, ബാക്കിൽ നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിരുന്നു. വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയർ കൊടുത്തു. വീണ്ടും എൻ്റെ കാല് ബ്രേക്കിൽ വന്നു. ഓക്കെ, അപ്പോൾ മെയിൻ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം ക്ലച്ചിൽ കാല് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അതായത് ആവശ്യമുള്ള അവസരങ്ങളിൽ മാത്രം ക്ലച്ച് ഉപയോഗിച്ചാൽ മതി. കാരണം റോഡ് അത്യാവശ്യം വീതിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വണ്ടി ചവിട്ടി നിർത്തി ഒരു ഗിയർ പെട്ടെന്ന് മാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്ലച്ച് കൺട്രോളിങ് വരുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുകയാണ്. കാരണം വണ്ടിക്ക് കുറച്ചും കൂടെ പിടുത്തം വരുവാനായിട്ട് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് ഉണ്ട്. കാരണം വേറൊന്നുമല്ല, വീണ്ടും ഗിയർ ഫോർത്തിൽ പോകുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. അതുകൊണ്ട് ഞാൻ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഒരു പാലത്തോട് സമീപിക്കുകയാണ്. ചെറിയൊരു പാലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിൽ ഓൾറെഡി വേണം. ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. ക്ലച്ചിൽ കാലുണ്ട്. കാരണം ചെറിയൊരു പാലമാണ്, എതിരെ വണ്ടികൾ വന്നായിരുന്നു. പെട്ടെന്ന് ചവിട്ടി നിർത്തേണ്ട അവസരങ്ങൾ വന്നാൽ നമുക്ക് ചവിട്ടി നിർത്തണം. അതുകൊണ്ടാണ് ക്ലച്ചിൽ കാല് വന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട റോഡിൽ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പാലങ്ങൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ റോഡിൻ്റെ വീതി കുറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലച്ച് കൺട്രോളിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാഹനത്തെ നിർത്തണം, അല്ലെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വന്നാൽ അതനുസരിച്ച് നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് നേരം നമ്മളുടെ കാലൊന്ന് ക്ലച്ചിൽ വെക്കേണ്ടതായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. റോഡിന് അത്യാവശ്യം വീതിയുണ്ട്, നമുക്ക് ഗിയർ മാറേണ്ടതായിട്ടില്ല. ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ക്ലച്ചിൽ കാലും വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു സിറ്റിയിലേക്ക് വണ്ടി വരികയാണ്. റോഡിന് വീതി കുറഞ്ഞു, അവിടെ ഇവിടെയായിട്ടെല്ലാം വാഹനങ്ങളുണ്ട്. അപ്പം ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുത്തു. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഇപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ചെറിയൊരു കയറ്റം വന്നു. തേർഡ് ഗിയറിൽ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഗിയറിൽ പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു തേർഡ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലും മെയിൻ റോഡിൽ ഇപ്പം ഞാൻ ക്ലച്ചിൽ തൊട്ടിട്ടില്ല, നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇപ്പം മുന്നിൽ മറ്റ് വാഹനങ്ങളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യങ്ങളില്ല, പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥകളില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്ലച്ചിൽ കാല് വെച്ചിട്ടില്ല. തേർഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ചെറിയൊരു വളവാണ്. ഇപ്പോൾ വളവ് നിവർന്ന് ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ഫോർത്ത് ഗിയർ അങ്ങ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെയിൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക്
ക്ലച്ച് ഒരുപാട് താങ്ങിയൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ചെറിയ പോക്കറ്റ് റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ക്ലച്ച് താങ്ങേണ്ടതായിട്ട് വരും. അതിൻ്റെ പിന്നിലെ കാര്യം പോക്കറ്റ് റോഡുകളായിരിക്കും, ചെറിയ ഗട്ടറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ വണ്ടി സ്ലോ ചെയ്ത് കൊണ്ടുപോകേണ്ട അവസരം. എന്നാൽ മെയിൻ റോഡിൽ അങ്ങനെയല്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. കാരണം റോഡിന് അത്യാവശ്യം വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ക്ലച്ചിലൊന്നും കാല് വെച്ച് വണ്ടി ഓടിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ക്ലച്ചിൽ കാല് വെച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയാൽ ഏതൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ ഏതാണെങ്കിലും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇപ്പം ഞാനിതേ വീണ്ടും ചെറിയൊരു ഇറക്കം ഇറങ്ങി ചെറിയൊരു ടൗണിലേക്ക് വന്ന് ഞാൻ ക്ലച്ച് ഓട്ടി തേർഡ് ഗിയർ കൊടുത്തു. ഈ റോഡിൽ ചെറിയ ഗട്ടറുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ചെറുതായിട്ട് ക്ലച്ചിലുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഗട്ടറെല്ലാം മാറി റോഡ് സ്ട്രെയിറ്റ് ആയി. ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. വീണ്ടും എൻ്റെ കാല് വീണ്ടും വണ്ടിയുടെ ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ വേണം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുവാനായിട്ട്. ഒരുപാട് നേരം ക്ലച്ച് താങ്ങി നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് പാടില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മറ്റൊരു കാര്യം, നമ്മളൊരു പോക്കറ്റ് റോഡിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും വളരെ സുഖകരമാണ് ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. കാരണം റോഡിന് വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാരാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ മെയിൻ റോഡിൽ നിങ്ങൾ ഒരുവിധം നന്നായിട്ട് വണ്ടി ഓടിക്കും. പക്ഷേങ്കിൽ ചെറിയ പോക്കറ്റ് റോഡുകൾ, ചെറിയ ഗട്ടറുള്ള റോഡുകളിലൂടെ നിങ്ങൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന് പിന്നിലെ കാര്യം വേറൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നു, ഗട്ടറുകൾ വരുന്നു, ഓപ്പോസിറ്റ് മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്ലോ ചെയ്ത് കൊണ്ടുപോകേണ്ട അവസരങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഒരു മെയിൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.